ഇന്ന് ലാലേട്ടൻ്റെ 2018 പുറത്തിറങ്ങിയ ഒടിയൻ എന്ന ചിത്രത്തിലെ ഒടിയൻ എന്ന കഥാപാത്രവുമായി ബേസ് ചെയ്ത് ഒരു തിരക്കഥയാണ് ഒരുക്കിയിരിക്കുന്നത്. എൻ്റെ മനസ്സിലെ വലിയൊരു തിരക്കഥയുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് ഈ തിരക്കഥ ഞാൻ ഒരുക്കിയിരിക്കുന്നത്. ഈ തിരക്കഥ കേൾക്കുമ്പോൾ ഒടിയനായി ആരാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നത് എന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. തിരക്കഥകൾ അറിയാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കാതെ നമുക്ക് തിരക്കഥയിലേക്ക് പോകാം. ഒടിയൻ എന്ന് തന്നെയാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ആകെ ഇരുട്ടാണ്. പതിയെ ആൾക്കൂട്ടത്തിൻ്റെ ബഹളം ഉയർന്നു വരുന്നു. അപ്പോൾ സീൻ കാണിക്കുന്നു. എക്സ്റ്റീരിയർ ഉത്സവപ്പറമ്പ് കുറച്ച് മാറി, അതായത് മെയിൻ ഉത്സവം നടക്കുന്നിടത്ത് നിന്ന് കുറച്ച് മാറി. രാത്രിയാണ് സമയം. രാത്രി. ഒരു കൂട്ടം ആളുകൾ വട്ടം കൂടിയിരുന്ന് പന്തയം വെച്ച് എന്തോ കളിക്കുകയാണ്. കൂട്ടത്തിൽ രാഘവനും മകൻ അയ്യപ്പനും ഉണ്ട്. അയ്യപ്പൻ ചെറിയ പയ്യനാണ്. കളിയിൽ രാഘവൻ ജയിച്ച മട്ടിൽ ഉറക്കെ ആർപ്പ് വിളിക്കുന്നു. എന്നിട്ട് രാഘവൻ സന്തോഷത്തോടെ, ഈ രാഘവനെ അടവ് പഠിപ്പിക്കല്ലേ, നീയൊക്കെ നേരെ നിന്ന് നടത്തം പഠിച്ചപ്പോൾ കളി പഠിച്ചവനാ ഞാൻ, നിങ്ങളുടെ അടവൊക്കെ എൻ്റെ മുന്നിൽ അടിയറവ് പറയും. അവിടുന്ന് കട്ടാവുന്നു. എക്സ്റ്റീരിയർ ഉത്സവപ്പറമ്പ് കുറച്ച് സമയത്തിന് ശേഷം. രാഘവനും അയ്യപ്പനും ഉത്സവപ്പറമ്പിലെ കടകളുടെ മുന്നിലൂടെ നടക്കുകയാണ്. അപ്പോൾ രാഘവൻ, ഒരിത്തിരി മധുരം വല്ലതും വാങ്ങാതെ ചെന്നാലേ നിൻ്റെ അമ്മ നമ്മളെ രണ്ടിനെയും ഓടിക്കും. അപ്പോൾ അയ്യപ്പൻ, അതിനെന്നെ എന്തിനാച്ചാ ഓടിക്കുന്നത്? അപ്പോൾ രാഘവൻ, അച്ഛൻ്റെ പൊന്നുമോനല്ലടാ അയ്യപ്പ നീയും, നിന്നെയും ഓടിക്കും. ഒരു പലഹാരക്കടയുടെ മുന്നിൽ അവർ വന്നു നിൽക്കുന്നു. അപ്പോൾ രാഘവൻ, എല്ലാം ഓരോന്ന് വീതം പൊതിഞ്ഞെടുത്തോ. അപ്പോൾ അയ്യപ്പൻ, അപ്പോൾ അമ്മയ്ക്ക് കുപ്പിവള? അപ്പോൾ രാഘവൻ, കുപ്പിവളയും കൺമഷിയൊക്കെ നാളെ അമ്മയും കൊണ്ട് വന്ന് വാങ്ങാം. ഞാനെങ്ങാനും വാങ്ങിയിട്ട് അവൾക്ക് ബോധിച്ചില്ലെങ്കിലേ എല്ലാം കണ്ടെത്തി കിടക്കും. രാഘവൻ അതെടുക്ക് ഇതെടുക്ക് എന്നൊക്കെ കടക്കാരനോട് പറയുകയാണ്. അപ്പോൾ അയ്യപ്പൻ്റെ ശ്രദ്ധ തൊട്ടടുത്ത കളിപ്പാട്ടക്കടയിലേക്ക് വീണു. അവൻ അതിൽ ഒന്നിലേക്ക് നോക്കി നിൽക്കുകയാണ്. രാഘവൻ അത് കണ്ടു. അത് കണ്ട് രാഘവൻ, അയ്യപ്പാ, എന്തോ കണ്ട് പൂതി കയറിയിട്ടുണ്ടല്ലോ, എന്താ സാധനം? അയ്യപ്പൻ അവിടെ നിരത്തി വച്ചിരിക്കുന്ന കളിപ്പാട്ടങ്ങൾക്കിടയിൽ നിന്ന് പനയോല കൊണ്ടുണ്ടാക്കിയ ഒരു കൊമ്പനാനയുടെ കളിപ്പാട്ടം എടുത്തു. രാഘവൻ അത് വാങ്ങി നോക്കി. എന്നിട്ട് രാഘവൻ, കൊള്ളാമല്ലോ, കൊമ്പന, ഇഷ്ടപ്പെട്ടോ നിനക്ക്? അയ്യപ്പൻ പുഞ്ചിരിച്ചുകൊണ്ട് തലകുലുക്കി. അപ്പോൾ രാഘവൻ, എടുത്തോ. അത് കേട്ട് സന്തോഷത്തോടെ അയ്യപ്പൻ അത് വാങ്ങി. അവിടുന്ന് കട്ടാവുന്നു. എക്സ്റ്റീരിയർ വയൽ. രാത്രി. ഏക്കർ കണക്കിന് നിരന്നു കിടക്കുന്ന പാടത്തിൻ്റെ വരമ്പിലൂടെ തോളിൽ അയ്യപ്പനെയും ഇരുത്തി കൈ നിറയെ സാധനങ്ങളുമായി ചൂട്ടും കത്തിച്ചു പിടിച്ചുകൊണ്ട് രാഘവൻ നടക്കുന്നു. അയാൾ ഒരു നാടൻ പാട്ട് ഒരു ഈണവുമില്ലാതെ പാടുന്നുണ്ട്. അയ്യപ്പൻ തോളിലിരുന്ന് അത് ആസ്വദിക്കുന്നു. അവിടുന്ന് കട്ടാവുന്നു. എക്സ്റ്റീരിയർ വീട്. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം വീട്ടുമുറ്റത്ത് വന്ന രാഘവൻ അയ്യപ്പനെ നിലത്തിറക്കി. ശേഷം ചവിട്ടുവടിയിലിരുന്നു. ഓല മേഞ്ഞ ചെറിയൊരു വീടാണത്. അയ്യപ്പൻ സാധനങ്ങളുമായി അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ രാഘവൻ കിതച്ചുകൊണ്ട് ഉറക്കെ, കാർത്തു, ഒരു തുള്ളി കള്ളു കുടിച്ചിട്ടില്ല ഞാൻ. നാളെ കാലത്ത് നിന്നെയും കൊണ്ട് കാവിൽ ദേവിയുടെ അടുത്ത് കൊണ്ടുപോയി തിരിച്ചു വന്നിട്ടല്ലാതെ രാഘവൻ കുടിക്കില്ല. പെട്ടെന്ന് അകത്തു നിന്നും അയ്യപ്പൻ്റെ നിലവിളി, അച്ഛാ അച്ഛാ ഓടിവാ. അത് കേട്ട് രാഘവൻ ഞെട്ടി. അയാൾ ഓടി അകത്ത് കയറി. അവിടെ നിലത്ത് നഗ്നയായി പീഡിപ്പിക്കപ്പെട്ട നിലയിൽ ഭാര്യ കിടക്കുന്നു. അത് കണ്ട് രാഘവൻ ഞെട്ടലോടെ, എൻ്റെ കാവിലമ്മേ. അയാൾ പെട്ടെന്ന് ഒരു തുണിയെടുത്ത് കാർത്തുവിനെ പുതപ്പിച്ചു. ശേഷം മടിയിലേക്ക് കിടത്തി. അവൾക്ക് അനക്കമൊന്നുമില്ല, അതായത് ആൾ മരിച്ചു. അപ്പോൾ രാഘവൻ, കാർത്തു കാർത്തു. കാർത്തു മരിച്ചിരുന്നു. അയ്യപ്പൻ നിന്ന് കരയുകയാണ്. അപ്പോൾ രാഘവൻ, കാർത്തു, നിന്നോട് ആരാ ഈ ക്രൂരത ചെയ്തത്? തൊട്ടടുത്ത നിമിഷം പുറകിൽ നിന്ന് ഒരാൾ ഇരുമ്പ് വടി കൊണ്ട് രാഘവൻ്റെ തലയ്ക്കടിക്കുന്നു. രാഘവൻ തല പൊത്തിക്കൊണ്ട് നിലത്ത് വീണു. അതേസമയം ഒരാൾ അയ്യപ്പനെ പിന്നിൽ നിന്നും വട്ടമിട്ട് പിടിച്ചു. അത് തമ്പിയാണ്. രാഘവൻ തന്നെ അടിച്ചത് ആരാണെന്ന് നോക്കി. അപ്പോൾ ഒരാൾ മുന്നിലേക്ക് വന്നു. അതാണ് കുമാരൻ. എന്നിട്ട് കുമാരൻ, ഇത് ഞാനാ രാഘവ, കുമാരൻ. രാഘവൻ രക്തമൊലിക്കുന്ന തല പൊത്തി പിടിച്ചുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ കുമാരൻ, കുറേ കാലമായി നിൻ്റെ പെണ്ണുമ്പുള്ള എൻ്റെ മനസ്സിൽ കയറിയിട്ട്. നീ കാവിൽ ദേവിയുടെ എഴുന്നള്ളത്ത് കണ്ടപ്പോഴേ ഞാനിവിടെ നിൻ്റെ ഭാര്യയുടെ മേത്ത് കൊട്ടുമേളമായിരുന്നു. കുമാരൻ ചിരിക്കുന്നു. തൊട്ടടുത്ത നിമിഷം അയ്യപ്പൻ തമ്പിയുടെ കയ്യിൽ കടിച്ചു. തമ്പി വേദന കൊണ്ട് കൈവിട്ടതും അയ്യപ്പൻ പുറത്തേക്ക് ഇറങ്ങി ഓടി. അപ്പോൾ തമ്പി നാശം. തമ്പി പുറകെ ഓടാൻ തുടങ്ങിയതും കുമാരൻ തടഞ്ഞു. എന്നിട്ട് കുമാരൻ, വേണ്ട, അവൻ ഓടട്ടെ, ഓടിയാൽ എവിടം വരെ ഓടും. തമ്പി അത് കേട്ട് അവിടെ നിന്നു. കുമാരൻ അവിടെയുള്ള വലിയ വിളക്കെടുത്തു. അത് തിരിച്ചു പിടിച്ച് രാഘവനെ കുത്താൻ ഒരുങ്ങി നിന്നു. എന്നിട്ട് കുമാരൻ, എന്നോട് പൊറുക്കണേ രാഘവ. അയാൾ രാഘവൻ്റെ നെഞ്ചിൽ ആഞ്ഞുകുത്തി.
അവിടുന്ന് കട്ടാവുന്നു എക്സ്റ്റീരിയർ വീട് നിമിഷങ്ങൾക്ക് ശേഷം. വയലിന് നടുവിലുള്ള ആ വീട് നിന്ന് കത്തുകയാണ്. പുറകിലൂടെ കുമാരനും തമ്പിയും നടന്നു പോകുന്നത് കാണിക്കുന്നു. അതായത് ഈ വീടിന് തീയിട്ടിട്ട് കുമാരനും തമ്പി അവിടുന്ന് പോയി. അപ്പോൾ നാടുവാഴിയുടെ ശബ്ദം ഓവർലാപ്പ് ചെയ്തു വരുന്നു. സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഈ ഉത്സവകാലത്തും നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇന്നലെ രാത്രി ഇവിടെ നടന്നത്. അപ്പോൾ അവിടുന്ന് കട്ടാകുന്നു എക്സ്റ്റീരിയർ ഗ്രാമസഭ കൂടുന്ന ഇടം പിറ്റേന്ന് പകൽ. ഗ്രാമത്തിൻ്റെ പ്രധാന ഭാഗമാണത്. നിറയെ നാട്ടുകാർ കൂടിയിരിക്കുന്നു. അവിടെ ആൾക്കൂട്ടത്തിന് നടുവിൽ നാടുവാഴി നിൽക്കുന്നുണ്ട്. നാടുവാഴി: എൻ്റെ ഉടമസ്ഥതയിലുള്ള കിഴക്കേ വയലിൻ്റെ മേൽനോട്ടം ഞാൻ നേരിട്ട് ഏൽപ്പിച്ച രാഘവനും ഭാര്യ കാർത്തുവും ഇന്നലെ രാത്രി മരണപ്പെട്ടു. അതൊരു മരണമല്ല, പകരം കൊന്നതാണ്. ആൾക്കൂട്ടത്തിനിടയിൽ ഒരിടത്ത് അയ്യപ്പൻ നിൽക്കുന്നുണ്ട്. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നിൽക്കുന്ന അവൻ്റെ കൂടെ ഒരു കൂട്ടുകാരനുമുണ്ട്. നാടുവാഴി: പക്ഷേ എൻ്റെ വിശ്വസ്തനായ കുമാരനും അവൻ്റെ സഹോദരൻ തമ്പിയും ചേർന്ന് ഇന്നലെ രാത്രി തന്നെ കുറ്റക്കാരനെ പിടികൂടി. അപ്പോൾ കുമാരനും തമ്പിയും ഒരാളെ ബന്ധനസ്ഥനാക്കി ആൾക്കൂട്ടത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നു. ആളുകൾ എന്തൊക്കെയോ പരസ്പരം പറഞ്ഞ് ഒച്ച വയ്ക്കാൻ തുടങ്ങി. അയ്യപ്പൻ അത് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നാടുവാഴി: നിങ്ങൾ നിശബ്ദരാക്, പറയട്ടെ. ഇതൊരു മോഷണ ശ്രമമായിരുന്നു. മാത്രമല്ല, രാഘവൻ വീട്ടിലില്ലാത്ത സമയം കൃത്യമായി പറഞ്ഞു കൊടുത്തതും രാഘവനെ ഉത്സവപ്പറമ്പിൽ മനഃപൂർവ്വം വൈകിപ്പിച്ചതും രാഘവൻ്റെ മകനായ അയ്യപ്പൻ എന്ന ചെറുക്കനാണ്. അത് കേട്ട് ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന അയ്യപ്പൻ ഞെട്ടുന്നു. അപ്പോൾ നാടുവാഴി: കുറ്റം ചെയ്തവനുള്ള ശിക്ഷ തന്നെയാണ് കുറ്റം ചെയ്യാൻ കൂട്ടുനിന്നവനും. അതിപ്പോൾ പ്രായം 10 ആണെങ്കിലും 90 ആണെങ്കിലും. അയ്യപ്പനെ കണ്ടു കിട്ടിയാൽ രണ്ടുപേരെയും ഇവിടെ നിങ്ങളുടെ മധ്യത്തിൽ തന്നെ തൂക്കിലേറ്റുന്നതാണ്. പെട്ടെന്ന് അയ്യപ്പൻ്റെ കൂട്ടുകാരൻ അയ്യപ്പനെ മാറ്റി ഒരു കാളവണ്ടിയുടെ അടിയിലേക്ക് കയറ്റി. രണ്ടുപേരും കാളവണ്ടിയുടെ അടിയിലേക്ക് കയറിയിരുന്നു, ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ. എന്നിട്ട് ആ കൂട്ടുകാരൻ: അയ്യപ്പ, നീ ഇവിടെ നിൽക്കുന്നത് അപകടമാണ്, രക്ഷപ്പെട്, എവിടേക്കെങ്കിലും പോ. അപ്പോൾ അയ്യപ്പൻ കരഞ്ഞുകൊണ്ട്: എൻ്റെ അച്ഛനെയും അമ്മയും കൊന്നത് അവരാ. ഞാൻ ഇന്നലെ അവരെ എൻ്റെ വീട്ടിൽ കണ്ടതാ. അപ്പോൾ കൂട്ടുകാരൻ: പക്ഷെ അത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. നീ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്, വേറെ വഴിയില്ല. അയ്യപ്പൻ കാളവണ്ടിയുടെ ചക്രത്തിനടിയിലൂടെ അവരെ നോക്കുന്നു. അപ്പോൾ നാടുവാഴി: ആ ചെറുക്കനെ പിടിച്ച് ഏൽപ്പിക്കുന്നവർക്ക് 2 കിഴി പൊൻപണം അഥവാ 50 സ്വർണ്ണ നാണയം പാരിതോഷികം നൽകാമെന്ന് ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അപ്പോൾ പിന്നിൽ നിൽക്കുന്ന കുമാരൻ്റെ മുഖത്ത് ഒരു ദുഷ്ടച്ചിരി. അവിടുന്ന് കട്ടാകുന്നു. എക്സ്റ്റീരിയർ കാട് പകൽ. കൊടും വനമാണ്. അരയ്ക്കൊപ്പം ഉയർന്നു നിൽക്കുന്ന പുല്ലുകൾ വകഞ്ഞു മാറ്റി അയ്യപ്പൻ എങ്ങോട്ടെന്നില്ലാതെ ഓടുകയാണ്. ഒരു കൂട്ടം ജനങ്ങൾ കാടിലൂടെ വടിയും ആയുധങ്ങളുമായി അയ്യപ്പനെ തിരഞ്ഞു നടക്കുന്നു. അപ്പോൾ ആ കൂട്ടത്തിലൊരാൾ: അവനെ കിട്ടിയ ആദ്യം 2 കാലും തല്ലി ഓടിച്ചേക്കണം, ഇല്ലെങ്കിൽ ഓടിക്കളയും. അപ്പോൾ ഓട്ടത്തിനിടയിൽ ഒരിടത്ത് അയ്യപ്പൻ കാല് തട്ടി വീണു. വേദന കൊണ്ടവൻ പുളഞ്ഞു. കാലിൽ ഒരു മരക്കുറ്റി തറഞ്ഞു കയറി നിൽക്കുകയാണ്. ഇനി ഓടാൻ കഴിയില്ല. അവൻ മെല്ലെ എണീക്കാൻ ശ്രമിച്ചു. എന്നാൽ അവനെ കുറച്ചു പേർ കണ്ടിരുന്നു. അപ്പോൾ അതിലൊരാൾ: ദേ അവിടെ, പിടിക്കവനെ. 6-7 പേർ അവിടേക്ക് ഓടി വരികയാണ്. അയ്യപ്പൻ നിസ്സഹായതയോടെ തല ഉയർത്തി, കണ്ണുകൾ ഇറുക്കി അടച്ചു. അപ്പോൾ അവിടുന്ന് കട്ടാകുന്നു എക്സ്റ്റീരിയർ വീട് ഫ്ലാഷ് ബാക്ക്. വീട്ടുമുറ്റത്ത് രാഘവൻ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് അയ്യപ്പൻ ഇരിക്കുന്നു. അതൊരു കാറ്റാടിയാണ്. രാഘവൻ അയ്യപ്പൻ ആ കാറ്റാടി കൊടുത്തു. എന്നിട്ട് രാഘവൻ: ഇന്നലെ സ്വപ്നം കണ്ട് പേടിച്ച് കരഞ്ഞിട്ട് എന്തായി? കാലത്ത് തന്നെ അവന് കളിക്കാൻ കാറ്റാടി കിട്ടി അല്ലടാ. അയ്യപ്പൻ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ രാഘവൻ അവനെ ചേർത്ത് നിർത്തി. എന്നിട്ട് രാഘവൻ: ഇനി അങ്ങനെ പേടി തോന്നിയാൽ മോൻ കാവിലമ്മയെ ഉറക്കെ വിളിക്കണം, ബാക്കി അമ്മ നോക്കിക്കോളും. അപ്പോൾ അവിടുന്ന് കട്ടാകുന്നു എക്സ്റ്റീരിയർ കാർഡ് തുടർച്ച. വീണ്ടും ആ കാർഡിൻ്റെ സീനിലോട്ട് കണ്ടിന്യൂഷൻ ആവുകയാണ്. അയ്യപ്പൻ സ്വയം: കാവിലമ്മേ. തൊട്ടടുത്ത നിമിഷം ഏറ്റവും മുകളിൽ ഓടി വന്നയാളെ പെട്ടെന്ന് എന്തോ ഒരു ജീവി പിടിച്ച് ഇടതൂർന്ന പുല്ലിനകത്തേക്ക് വലിച്ചുകൊണ്ടുപോയി. അത് കണ്ട് ബാക്കിയുള്ളവർ നിന്നു. അപ്പോൾ അതിലൊരാൾ: എന്താ അത്? അപ്പോൾ മറ്റൊരാൾ: കരടിയാണെന്നാണ് തോന്നുന്നത്. അത് പറഞ്ഞു തീരേണ്ട താമസം അയാളെയും ആ ജീവി പുല്ലിനകത്തേക്ക് വലിച്ചുകൊണ്ടുപോയി. മാത്രമല്ല കരടിയുടെ മുരൾച്ചയും കേൾക്കാം. അപ്പോൾ ആൾക്കൂട്ടത്തിൽ ഒരാൾ: എല്ലാവരും ഓടിക്കോ, കരടി ഇറങ്ങിയിട്ടുണ്ട്. അത് കേട്ട് ആളുകൾ അവിടെ നിന്ന് ഓടി. എന്നാൽ ഓട്ടത്തിനിടെ മിക്കവരെയും കരടി പിടിക്കുന്നുണ്ട്. കരടി മാന്തിയ മുറിവുമായി രക്തമൊലിപ്പിച്ചുകൊണ്ട് ആളുകൾ ദൂരേക്ക് ചിതറി ഓടുന്നു. വീണ് കിടക്കുന്ന അയ്യപ്പൻ മെല്ലെ തലയുയർത്തി തിരിഞ്ഞു നോക്കി. കാഴ്ച മങ്ങുകയാണ്. അപ്പോൾ അവന് നേർക്ക് ഭീകരനായ അസാമാന്യം വലിപ്പമുള്ള ഒരു കരടി നടന്നു വരുന്നത് കാണുന്നു. അവൻ പേടിച്ച് വിറച്ച് കിടക്കുകയാണ്. കാഴ്ച മങ്ങി ആകെ ഒരു പുക പോലെയാണ് അവൻ കാണുന്നത്. ആ കരടി അവൻ്റെ തൊട്ടടുത്ത് വന്നു നിന്നതും അയ്യപ്പൻ ബോധം കെട്ട് കണ്ണുകൾ മെല്ലെ അടച്ചു. പെട്ടെന്ന് ആകെ ഇരുട്ടാവുന്നു. അവിടുന്ന് കട്ടാവുന്നു എക്സ്റ്റീരിയർ നാടുവാഴിയുടെ 4 കെട്ട് വർഷങ്ങൾക്ക് ശേഷം. വീട്ടുമുറ്റത്ത് ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട്. അവിടെ വലിയൊരു മരത്തിൻ്റെ കൂട് വെച്ചിരിക്കുന്നു. അതായത് എവിടെ നിന്നോ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഒരു കൂടാണ്. അതീവ സുരക്ഷയിൽ വടം വെച്ച് കെട്ടി മുറുക്കിയാണ് ആ കൂട് അടച്ചിരിക്കുന്നത്.
അകത്ത് ആനയുടെ ശബ്ദം കേൾക്കാം. കൂട് കുലുങ്ങുന്നതിൽ നിന്ന് തന്നെ ആനയുടെ ആ ശക്തിയും വലിപ്പവും നമുക്ക് മനസ്സിലാക്കാം. പുറത്തേക്ക് കുമാരനും ഒപ്പം തമ്പിയും ഇറങ്ങി വന്നു. ഇപ്പോൾ കുമാരനാണ് ഇവിടുത്തെ നാടുവാഴി. അയാളെ കണ്ട എല്ലാവരും തല കുനിച്ചു. അപ്പോൾ കൂട്ടത്തിലൊരാൾ, 2 ദിവസം മുമ്പ് വാരിക്കുഴിയിൽ വീണതാ, മെരുങ്ങുന്നില്ല. കുമാരൻ ആ കൂടിനടുത്തേക്ക് വന്നു. എന്നിട്ട് കുമാരൻ, മെരുങ്ങണമല്ലോ, മെരുങ്ങാത്ത കൊമ്പനെ മെരുക്കി കൂടെ നിർത്താൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അതേ വീടിൻ്റെ മുകളിലെ മുറിയുടെ ജനലഴിയിലൂടെ ഒരു സ്ത്രീ നോക്കിയിരിക്കുന്നുണ്ട്. അതീവ സുന്ദരി. പേര് മാധവി. നാടുവാഴിയുടെ മകളാണെന്ന് വേഷവിധാനത്തിൽ നിന്ന് വ്യക്തം. കുമാരൻ മെല്ലെ കൂടിൻ്റെ ഒരു ദ്വാരത്തിലൂടെ അകത്തേക്ക് നോക്കി. അകത്ത് ആനയുടെ കണ്ണിലേക്കാണ് നോക്കിയത്. പെട്ടെന്ന് ആന ഇളകുന്നു. കൂട് ആടി ഒലഞ്ഞു. കുമാരൻ പിന്നിലേക്ക് ആഞ്ഞു. എന്നിട്ട് കുമാരൻ, ഒറ്റയാന, അതാ ഇത്ര ഊറ്റം. അപ്പോൾ പണിക്കാരൻ, ഇവൻ ഇവിടെ നിർത്തി മെരിക്കണോ അതോ വേറെ എവിടെയെങ്കിലും? അപ്പോൾ കുമാരൻ, ഇവിടെ തന്നെ മതി, എനിക്ക് കാണണം. അപ്പോൾ പണിക്കാരൻ, ഉത്തരവ് പോലെ. കുമാരൻ അകത്തേക്ക് കയറി പോകുന്നു. അപ്പോൾ തമ്പി പണിക്കാരനോട്, ഈ കൂട് മാറ്റി പുരയുടെ ഒരു വശത്തേക്ക് വയ്ക്ക്. അവിടുന്ന് കട്ടാകുന്നു ഇൻറ്റീരിയർ നാടുവാഴിയുടെ 4 കെട്ട്. അകത്ത് തീൻമേശയിലിരുന്ന് കുമാരൻ ഭക്ഷണം കഴിക്കുകയാണ്. ഭാര്യ ജാനകി ആഹാരം വിളമ്പുന്നു. അവൾ ഒട്ടും സന്തോഷവതിയല്ല. അപ്പോൾ കുമാരൻ ദേഷ്യത്തോടെ, ഇങ്ങോട്ട് ഒഴിക്കടി, എന്താ ഇത്ര ബുദ്ധിമുട്ട്? അത് കേട്ട് ജാനകി വീണ്ടും ഭക്ഷണം ഒഴിക്കുന്നു പാത്രത്തിലേക്ക്. അപ്പോൾ കുമാരൻ, വേണ്ട പോലെ നോക്കിയും സേവിച്ച് നിന്നില്ലെങ്കിൽ നിൻ്റെ കെട്ടുവനെ കൊന്ന പോലെ നിന്നെയും കൊല്ലും ഞാൻ, മനസ്സിലായോ? ജാനകി ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് കുമാരൻ, പിന്നെ എന്നെ സേവിക്കാൻ പോകുന്നത് നിൻ്റെ സ്ഥാനത്തെ നിൻ്റെ മകളായിരിക്കും. ഇത് തൊട്ടപ്പുറത്ത് ഒരു വലിയ തൂണിൻ്റെ പിന്നിൽ നിന്ന് മാധവി കേൾക്കുന്നുണ്ട്. തമ്പി അവിടേക്ക് വരുന്നു. അപ്പോൾ കുമാരൻ തമ്പിയോട്, തമ്പി, നാളെ നമുക്ക് വടക്കമ്മല കയറണം. അവിടെയുള്ള കീടങ്ങൾ പാട്ടം കെട്ടിയിട്ട് നാൾ കുറച്ചായി. കായ് ഇല്ലാത്തവനൊക്കെ നാളെ ചാകണം. അപ്പോൾ തമ്പി തല ഒലുക്കി. അപ്പോൾ കുമാരൻ, പിന്നെ സായിപ്പിതറിയണ്ട, അറിഞ്ഞാൽ ഇതിൻ്റെ പാതി നക്കാൻ വരും. അവിടുന്ന് കട്ടാവുന്നു എക്സ്റ്റീരിയർ നാടുവാഴിയുടെ 4 കെട്ട് പുലർച്ചെ. നേരം പുലർന്നിട്ടില്ല. കുമാരനും തമ്പിയും കുറേ ആളുകളും കുതിരപ്പുറത്ത് വടക്കൻ മലയ്ക്ക് പോകാനായി മുറ്റത്ത് ഒരുങ്ങി നിൽക്കുകയാണ്. ജാനകിയും മകൾ മാധവിയും യാത്രയാക്കാൻ മുറ്റത്തുണ്ട്. ജാനകി ഭസ്മം കുമാരൻ്റെ നെറ്റിയിൽ തൊട്ടു. അപ്പോൾ കുമാരൻ അടിമുടി നോക്കിക്കൊണ്ട്, വൈകിട്ട് നേരത്തെ എത്തും, കുളിച്ചിരുന്നോ? എല്ലാവരും കേൾക്കെയാണത് പറഞ്ഞത്. അത് കേട്ട് മാധവി തല താഴ്ത്തി. കുമാരനും കൂട്ടരും അവിടെ നിന്ന് ദൂരേക്ക് പോയി. എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു. തീരെ ആൾക്കൂട്ടമില്ല. ജാനകി നിറ കണ്ണുകളോടെ അകത്തേക്ക് പോയി. എന്നാൽ മാധവി അവിടെ തന്നെ നിന്നു. അവൾ 4 കെട്ടിൻ്റെ കിഴക്ക് വെച്ചിരിക്കുന്ന ആ വലിയ കൂട്ടിലേക്ക് നോക്കുന്നു. എക്സ്റ്റീരിയർ നാടുവാഴിയുടെ 4 കെട്ട് ഏതാനും സമയത്തിന് ശേഷം. മാധവി ആ വലിയ കൂടിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അടുത്തെങ്ങും ആരുമില്ലെന്നും ആരും ഇത് കാണുന്നില്ലെന്നും മാധവി ഉറപ്പുവരുത്തുന്നു. ശേഷം കൂടിൻ്റെ ചെറിയൊരു വിടവിൽ കൂടി അകത്തേക്ക് നോക്കി. എന്നിട്ട് മാധവി മെല്ലെ അകത്തേക്ക് നോക്കിക്കൊണ്ട്, അയ്യപ്പാ. പെട്ടെന്ന് മ്യൂസിക് ചാർജ് ചെയ്തു വരുന്നു. ഉള്ളിൽ ചുരുണ്ടുകൂടി ഒരു യുവാവ് ഇരിക്കുകയാണ്. അവൻ മുഖമുയർത്തുന്നു. കണ്ണുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. മാധവിയുടെ മുഖത്ത് ഒരു ചിരി വിടർന്നു. അവിടുന്ന് കട്ടാകുന്നു എക്സ്റ്റീരിയർ കാട് രാവിലെ. വനം പാതയിലൂടെ കുമാരനും കൂട്ടാളികളും കുതിരപ്പുറത്ത് നീങ്ങുകയാണ്. അപ്പോൾ കുമാരൻ കൂട്ടാളിയോട്, ഇതെപ്പോൾ എത്തൂടോ, നേരം കുറേ ആയല്ലോ. അപ്പോൾ കൂട്ടാളി, 2 നാഴിക കൂടിയുണ്ട്. പെട്ടെന്ന് പിന്നിലായി ദൂരെ നിന്നും ഒരാൾ കുതിരപ്പുറത്ത് പാഞ്ഞു വരുന്നു. അതൊരു പടയാളിയാണ്. പടയാളി, തമ്പ്രാനെ. അത് കേട്ട് എല്ലാവരും നിന്നു. അവർ പിന്നിലേക്ക് നോക്കി. ആ പടയാളി കുതിരയുമായി അവർക്ക് അടുത്തു വന്ന് കുതിരപ്പുറത്തു നിന്നും താഴേക്കിറങ്ങി. ആകെ പരിക്ക് പറ്റി രക്തമൊലിപ്പിച്ചാണ് നിൽപ്പ്. എന്നിട്ട് ആ പടയാളി, തമ്പ്രാനെ, ആ ഒറ്റയാൻ, അവൻ കൂട് പൊളിച്ചു. അത് കേട്ട് കുമാരൻ്റെ മുഖം മാറി. മ്യൂസിക് ഇൻറ്റൻസ് ആയിട്ട് വരികയാണ്. അവിടുന്ന് കട്ടാകുന്നു എക്സ്റ്റീരിയർ നാടുവാഴിയുടെ 4 കെട്ട് ഫ്ലാഷ് ബാക്ക്. നേരം വെളുത്തിട്ടില്ല. ഒരാൾ പത്തായത്തിൻ്റെ ഭാഗത്തു നിന്നും മുറ്റത്തേക്ക് വന്നതും പെട്ടെന്ന് മുന്നിൽ എന്തോ കണ്ടുപോലെ നിൽക്കുന്നു. അവിടെ ആ ഒറ്റയാൻ്റെ വലിയ കൂട് തുറന്നു കിടക്കുകയാണ്. അയാൾ ഓടിച്ചെന്ന് അതിൻ്റെ ഉള്ളിൽ നോക്കി. അകത്ത് ആനയില്ല. അപ്പോൾ അയാൾ ഉറക്കെ, എല്ലാവരും വരുന്നടാ, ഒറ്റയാൻ കൂട് പൊളിച്ചു. പെട്ടെന്ന് നിറയെ ആളുകൾ പന്തം കത്തിക്കുന്നത് കാണിക്കുന്നു. ഒരാൾ പന്തം തെളിയിച്ച് എല്ലാവരോടുമായിട്ട് പറയുന്നു, ഒറ്റയാൻ വീടിന് നേർക്ക് ആക്രമിക്കാതെ നോക്കണം. എന്നാൽ എല്ലാവരും ഭയത്തോടെ അത് പറഞ്ഞ ആളുടെ പിന്നിലേക്ക് നോക്കിയാണ്. അത് കണ്ട അയാൾ മെല്ലെ തിരിഞ്ഞു നോക്കി. പിന്നിൽ ഭീകരനായ ഒരു കൊമ്പൻ പൊടി പറത്തിക്കൊണ്ട് നിൽക്കുന്നു. തൊട്ടടുത്ത നിമിഷം കൊമ്പൻ എല്ലാവരെയും ആക്രമിച്ചു. ഒരാൾ അവിടെ ഒരിടത്ത് മറിഞ്ഞിരുന്നു. അതായത് ആ കൂട്ടത്തിൽ ഒരാൾ. അയാൾ അന്തരീക്ഷത്തിൽ എന്തോ മണം പിടിക്കുന്നത് പോലെ സംശയത്തോടെ ശ്വാസമെടുത്തു. എന്തോ മനസ്സിലായ പോലെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അതായത് ആന അവരെ ആക്രമിക്കുന്നിടത്തേക്ക് തിരിഞ്ഞു നോക്കി. എന്നിട്ട് അയാൾ പറയാണ് ഉറക്കെ,
അത് കൊമ്പനല്ല, ഒടിയനാ. പെട്ടെന്ന് എല്ലാവരെയും അടിച്ചു തെറിപ്പിക്കുന്നത് ഒരു മനുഷ്യനാണെന്ന് കാണിക്കുന്നു. അങ്ങേയറ്റം കരുത്തുള്ള, ദേഹം നിറയെ എന്തോ പൊടി തൂത്ത് നിൽക്കുന്ന ഒരാൾ, ഒടിയൻ, അയ്യപ്പൻ. ഹീറോയിക് ഫീൽ നൽകുന്ന രീതിയിൽ മ്യൂസിക് കൊണ്ടും വിഷ്വൽസ് കൊണ്ടും എലവേറ്റ് ചെയ്ത് ആനയായും അയ്യപ്പനായും ഈ ഫൈറ്റ് കാണിക്കുന്നു. അതായത് ഈ ഫൈറ്റ് ചെയ്യുന്നത് ആനയാണെന്നും കാണിക്കുന്നു, മനുഷ്യനാണെന്നും കാണിക്കുന്നു. ആകെ മൊത്തത്തിൽ ഒരു ഭീകരതയാണ്, ഒരു ഭീകര അന്തരീക്ഷമാണ്. അവിടുന്ന് കട്ടാവുന്നു എക്സ്റ്റീരിയർ കാട് തുടർച്ച. കുമാരൻ കുതിരപ്പുറത്തു നിന്ന് ചാടി ഇറങ്ങി. അപ്പോൾ പടയാളി. പക്ഷെ അത് കൊമ്പനല്ല, മായച്ചോറിനും പുരട്ടി കൺകെട്ട് കളിക്കുന്ന ഒടിയനാ. പെട്ടെന്ന് അവിടെ കൂടിയിരിക്കുന്ന ഒരു പടയാളിയെ എന്തോ ജീവി കാട്ടിലേക്ക് വലിച്ചുകൊണ്ടുപോയി. എല്ലാവരും ഞെട്ടലോടെ അവിടേക്ക് നോക്കി. അപ്പോൾ ഒരു പടയാളി ഭയത്തോടെ, സിംഹം, ഞാൻ കണ്ടതാ, ഒരു വലിയ സിംഹം. അപ്പോൾ കുമാരൻ പതിയെ, ഒടിയൻ. പെട്ടെന്ന് ഓരോരുത്തരെയായി ആ ജീവി പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി. ആളുകളും കുതിരകളും അടക്കം പരിഭ്രാന്തരായി. എല്ലാവരും നിശബ്ദരാണ്. അടുത്തത് ആര് എന്ന മട്ടിൽ നിശബ്ദരായി നിൽക്കുമ്പോൾ മെല്ലെ ഒരു സിംഹത്തിൻ്റെ മുരൾച്ച കേൾക്കുന്നു. അവർ അവിടേക്ക് നോക്കി, അതായത് ആ ശബ്ദം കേൾക്കുന്ന ഇടത്തേക്ക് നോക്കി. അവിടെ വീണ് കിടക്കുന്ന, കടപുഴകി കിടക്കുന്ന വലിയൊരു മരത്തിൻ്റെ മുകളിലേക്ക് വലിയ ഭീകരനായ ഒരു സിംഹം കയറി നിൽക്കുന്നു. കാറ്റത്ത് ജട പറക്കുകയാണ്. നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് സിംഹം ഉറക്കെ ഗർജിച്ചു. അത് കേട്ട് കുതിരകൾ നാലുപാടും പാഞ്ഞു. കുതിരപ്പുറത്തിരുന്ന പടയാളികളും മറ്റും നിലത്ത് വീണ് തലയടിച്ചും പാറക്കൂട്ടത്തിലേക്ക് വീണും മരക്കുറ്റിയിൽ തറച്ചും മരിക്കുന്നു. തൊട്ടടുത്ത നിമിഷം കുമാരൻ അവിടെ നിന്ന് ഓടി. അത് കണ്ട് പിന്നാലെ തമ്പിയും ഓടി. തമ്പി, എവിടേക്കായി ഓടുന്നത്? കുമാരൻ ഓടി താഴെ ഇറങ്ങി. അവിടെ കുറുകെ ചെറിയൊരു പുഴയാണ്. കുമാരൻ ഒന്നും ആലോചിക്കാതെ ആ പുഴ നീന്തി അപ്പുറത്ത് കടന്നു. പിന്നാലെ തമ്പിയും നീന്തി. അപ്പുറത്ത് കരയിൽ കയറിയ കുമാരൻ അവശതയോടെ കിതച്ചുകൊണ്ട് അവിടെ ഇരുന്നു. തമ്പി കഷ്ടപ്പെട്ട് നീന്തുകയാണ്. അപ്പോൾ കുമാരൻ, ഒന്ന് വേഗം വാടാ, അതേ തമ്പിയെ നോക്കിക്കൊണ്ട്. അത് പറഞ്ഞ് തീരേണ്ട താമസം പെട്ടെന്ന് എന്തോ ഒന്ന് തമ്പിയെ വെള്ളത്തിലേക്ക് മുക്കിക്കൊണ്ടുപോയി. പിന്നെ അനക്കമൊന്നുമില്ല. കുമാരൻ്റെ മുഖം മാറി. അയാൾ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് കുമാരൻ ഉറക്കെ, നിന്റെ കൺകെട്ട് വിദ്യ എൻ്റെ അടുത്ത് ചിലവാകില്ല, മറിഞ്ഞിരിക്കാതെ മുന്നിൽ വാടാ. പെട്ടെന്ന് പുഴയിൽ നിന്ന് ഒരാൾ പൊങ്ങി വരുന്നു, അയ്യപ്പൻ. അവനെ കണ്ട് കുമാരൻ മനസ്സിലാകാത്ത വിധം നോക്കി നിൽക്കുകയാണ്. അയ്യപ്പൻ വന്ന് അവൻ്റെ മുന്നിൽ നിന്നു. അപ്പോൾ കുമാരൻ, ആരാ നീ? അപ്പോൾ അയ്യപ്പൻ, അന്ന് ഞാൻ ഇരുട്ടിലേക്ക് ഓടി മറഞ്ഞപ്പോൾ ഇന്നിങ്ങനെ വരുമെന്ന് കരുതിയില്ല നീ, അല്ലേ? കുമാരൻ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അയ്യപ്പൻ, ഇത്ര നേരത്തെ നിന്നിലേക്ക് എത്തണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ കാലം എന്നെ എത്തിച്ചു. അപ്പോൾ അവിടെ നിന്ന് കട്ടാകുന്നു എക്സ്റ്റീരിയർ കാട് 3-4 ദിവസങ്ങൾക്ക് മുൻപ്. അയ്യപ്പൻ കാടിലൂടെ നടക്കുകയാണ്. പെട്ടെന്ന് നിലം താഴ്ന്ന് താഴേക്ക് വീഴുന്നു. അത് ആനയ്ക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു വാരിക്കുഴിയാണ്. അയാൾ പിടിച്ചു കയറാൻ ഒരുങ്ങിയതും അടുത്ത മുകളിൽ ആളുകളുടെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ആ ശബ്ദം, എന്തോ വീണിട്ടുണ്ട്, വല്ല കൊമ്പനോ മറ്റോ ആയിരുന്നെങ്കിൽ തമ്പ്രാൻ സന്തോഷമായേനെ. അത് കേട്ട് അയ്യപ്പൻ സ്വന്തം ദേഹത്തേക്ക് നോക്കുന്നു. അരയിൽ നിറയെ പൊടി നിറച്ച കിഴികൾ ചേർത്ത് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് കട്ടാകുന്നു എക്സ്റ്റീരിയർ കാട് തുടർച്ച. വീണ്ടും ആ സീനിലേക്ക് തിരികെ വരുന്നു. കുമാരൻ, നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഈ നാടിപ്പോൾ ഭരിക്കുന്നത് ഞാനാ. അത് പറഞ്ഞ് മുഴുമിപ്പിക്കുന്നതിന് മുൻപേ അയ്യപ്പൻ കുമാരനെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. കുമാരൻ പിന്നിലേക്ക് തെറിച്ചു വീണ് തലയൊരു കല്ലിലിടിച്ചു. അയാൾ അത് പൊത്തിപ്പിടിച്ചുകൊണ്ട് അയ്യപ്പനെ നോക്കി. അപ്പോൾ മിന്നിമറയുന്നത് പോലെ പണ്ട് തമ്പിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്ന ആ പയ്യൻ്റെ മുഖം കുമാരൻ്റെ മനസ്സിലേക്ക് വന്നു. അയ്യപ്പൻ കുമാരൻ്റെ മുഖത്ത് ആഞ്ഞിടിക്കാൻ തുടങ്ങി. പൊതിരെ ഇടിച്ചിടിച്ച് ഒരു മൃഗം ആക്രമിച്ചതുപോലെ കീറിപ്പൊളിഞ്ഞു അയാളുടെ മുഖം. അവസാനത്തെ ഇടിയിൽ ബോധം പോകുന്നു, ആകെ ഇരുട്ടാകുന്നു. ഇൻറ്റീരിയർ ഓർ എക്സ്റ്റീരിയർ നാടുവാഴിയുടെ നാലുകെട്ട്. രാത്രി മുറിയിലെ വിളക്ക് വെട്ടത്തിൽ മാധവി മേശയിലെ കൊമ്പനാനയുടെ കളിപ്പാട്ടത്തിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഈ പാവയാണ് ചെറുപ്പത്തിൽ രാഘവൻ അയ്യപ്പന് വാങ്ങിക്കൊടുത്തത്. പെട്ടെന്ന് ജനാല വഴി ഒരു പൂമ്പാറ്റ മുറിയിലേക്ക് വരുന്നു. അത് കണ്ടതും അവളുടെ മുഖത്ത് സന്തോഷം ഓടിയെത്തി. അവൾ ജനൽ വഴി പുറത്തേക്ക് നോക്കി. അവിടെ ദൂരെ നിറയെ പുള്ളിമാനുകൾ മേഞ്ഞു നടക്കുന്നു. ആ കാഴ്ച കണ്ട് അവൾ പുറത്തേക്ക് ഓടി. എക്സ്റ്റീരിയർ ഒരു മൈതാനം. മാധവി ഓടി മൈതാനത്തേക്ക് വന്നു. അവിടെ മാൻകൂട്ടങ്ങൾക്കിടയിൽ അയ്യപ്പൻ ഇരിക്കുന്നു. അവൾ അവനടുത്തേക്ക് വന്നു. അയ്യപ്പൻ ആകാശത്തെ നക്ഷത്രങ്ങളിലേക്ക് നോക്കിയാണ് ഇരിക്കുന്നത്. അയ്യപ്പൻ, എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും. അപ്പോൾ മാധവി കയ്യിലെ കൊമ്പൻ്റെ പാവ അവന് നീട്ടുന്നു. അവൻ അത് കണ്ട് വിശ്വസിക്കാനാകാത്ത വണ്ണം അത് വാങ്ങി. അപ്പോൾ അവിടെ നിന്ന് കട്ടാകുന്നു എക്സ്റ്റീരിയർ രാഘവൻ്റെ വീട്. ഫ്ലാഷ് ബാക്ക്. ആ ചെറുപ്പം കാണിക്കുകയാണ്. വീട് കത്തിയതിൻ്റെ അന്ന് വെളുപ്പിന് കത്തിച്ചാമ്പലായ വീടിൻ്റെ മുറ്റത്ത് അന്നത്തെ നാടുവാഴി വന്നു നിൽക്കുന്നു. കൂടെ അയാളുടെ മകളായ ചെറിയ പെൺകുട്ടിയുമുണ്ട്, മാധവി. അപ്പോൾ ഒരാൾ, ചാരം മാത്രമേ ഉള്ളൂ, ആകെ ഇത് മാത്രമേ ഇവിടുന്ന് കിട്ടിയുള്ളൂ.
അയാൾ ഒരു കൊമ്പൻ്റെ പാവ നാടുവാഴിയെ കാണിക്കുന്നു. മാധവി അത് വാങ്ങുന്നു. അത് ഈ പാവയാണ്. അവിടുന്ന് കട്ടാകുന്നു. കട്ട് ബാക്ക് ടു മൈതാനം തുടർച്ച. അയ്യപ്പൻ അത് വാങ്ങി. കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാധവി, അന്ന് കുമാരനും തമ്പിയും പറഞ്ഞത് കേട്ട് എൻ്റെ അച്ഛൻ നിന്നെ സംശയിച്ചതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. മാപ്പ്. അത് പറയാൻ സമ്മതിക്കാതെ അയ്യപ്പൻ അവളുടെ ചുണ്ടിൽ പിടിക്കുന്നു. അവളുടെ ചുണ്ട് പൊത്തുന്നു. കണ്ണുകളിലേക്ക് നോക്കുന്നു. അവിടുന്ന് കട്ടാകുന്നു. ഇൻറ്റീരിയർ നാടുവാഴിയുടെ നാലുകെട്ട് ഫ്ലാഷ് ബാക്ക്. വീണ്ടും ചെറുപ്പത്തിലെ ഒരു സീനിലേക്ക് ഫ്ലാഷ് ബാക്ക് പോവാണ്. വീട്ടിൽ നാടുവാഴിയുടെ മുന്നിൽ രാഘവനും കൂടെ അയ്യപ്പനും ഉണ്ട്. അപ്പോൾ നാടുവാഴി, എന്താടോ രാഘവ, സന്തോഷമായോ? അപ്പോൾ രാഘവൻ ഭയങ്കര സന്തോഷത്തിൽ, പിന്നല്ലാതെ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ നാടുവാഴി, ഒന്നും പറയണ്ട, ഞാൻ തനിക്ക് നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നതാ ആ കണ്ട പാഠം മൊത്തം. താൻ വേണം നോക്കാൻ. പിന്നെ കണക്ക് കൃത്യമായിരിക്കണം കേട്ടോ. അത് കേട്ട് രാഘവൻ സന്തോഷത്തോടെ ചിരിച്ചു. എന്നിട്ട് രാഘവൻ, അത് തമ്പുരാൻ പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഇത് കണ്ട് അവിടെ വാതിൽക്കൽ മറിഞ്ഞിരുന്ന് മാധവി നോക്കുന്നുണ്ട്. അയ്യപ്പൻ അത് ശ്രദ്ധിച്ചു. അവൻ അവളെ നോക്കി ചിരിച്ചു. അതായത് അവൻ്റെ ചെറുപ്പത്തിലെ സംഭവമാണ്. ചെറുപ്പത്തിലേ ഇവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് വീണ്ടും കട്ട് ബാക്ക് ടു എക്സ്റ്റീരിയർ മൈതാനം തുടർച്ച. അയ്യപ്പൻ മുഖത്തു നിന്നും കൈയെടുത്തു, അവളുടെ മുഖത്തു നിന്നും. അപ്പോൾ മാധവി, അതിനുള്ള ശിക്ഷയും അദ്ദേഹത്തിന് കിട്ടി. കുമാരനും തമ്പിയും ചേർന്ന് ചതിച്ച് കൊന്നതാ അച്ഛനെ. ആഗ്രഹിച്ചതുപോലെ നാടുവാഴി സ്ഥാനം കൈക്കലാക്കി. എൻ്റെ അമ്മയെ അയാൾ വെപ്പാട്ടിയാക്കി. അടുത്തത് ഇനി അയാൾക്ക് വേണ്ടത് എന്നെയാണ്. അപ്പോൾ അയ്യപ്പൻ, അതിനും കൂടി ചേർന്നത് കൊടുത്തിട്ടാണ് ഞാൻ വരുന്നത്. അത് കേട്ട് മനസ്സിലാകാതെ മാധവി അവനെ നോക്കി. പെട്ടെന്ന് അവിടുന്ന് കട്ടാകുന്നു. എക്സ്റ്റീരിയർ ഒരു പൊട്ടക്കിണർ. നീണ്ട മയക്കത്തിൽ നിന്നെന്ന പോലെ കുമാരൻ കണ്ണു തുറന്നു. മുഖം ആകെ മുറിവാണ്. അയാൾ അവശതയോടെ നോക്കി. അയാൾ നിറയെ പാമ്പുകളുള്ള ഒരു പൊട്ടക്കിണറ്റിലാണ്. ഉഗ്രവിഷമുള്ള പാമ്പുകൾ ദേഹത്ത് ചുറ്റിയും മറ്റും കിടക്കുകയാണ്. അയാൾ വെപ്രാളത്തിൽ പിടഞ്ഞെണീറ്റു. എന്നാൽ ആ നിമിഷം പാമ്പുകൾ കടിക്കാൻ തുടങ്ങി. പാമ്പുകൾ അയാളെ കൊത്താൻ തുടങ്ങി. അയാൾ മുകളിലേക്ക് നോക്കി ഉറക്കെ അലറി. എന്നാൽ പാമ്പുകൾ ദേഹത്തും ചുണ്ടിലും സഹിതം കടിച്ചു തൂങ്ങിക്കിടക്കുന്നു. ആ അലർച്ച കാട്ടിൽ മുഴുവൻ മുഴങ്ങുന്നത് കാണിക്കുന്നു. അവിടുന്ന് കട്ട് ബാക്ക് ടു മൈതാനം തുടർച്ച. അയ്യപ്പൻ അവളുടെ കൈകളിൽ പിടിച്ചു. എന്നിട്ട് അയ്യപ്പൻ, എനിക്ക് പോകണം, പക്ഷെ ഞാൻ വരും നിന്നെ കെട്ടാൻ. അപ്പോൾ മാധവി, പോകരുത്, എനിക്കും അമ്മയ്ക്കും ആരുമില്ല. ഇനിയും ഇതുപോലെ ചെകുത്താന്മാർ സ്ഥാനം മാത്രം സ്വപ്നം കണ്ടുവരും. അപ്പോൾ അയ്യപ്പൻ, വന്നാൽ അവരെയെല്ലാം പാമ്പായും പുഴുവായും വന്ന് ഞാൻ കൊല്ലും. അപ്പോൾ മാധവി ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അയ്യപ്പൻ, എന്നെ ഞാനാക്കിയ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ നാടിനും എന്നെ ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വരും. ഇതെൻ്റെ വാക്കാ. മാധവി ഒന്നും പറഞ്ഞില്ല. അയ്യപ്പൻ അവിടെ നിന്നും ദൂരേക്ക് നടന്നു നീങ്ങുന്നു. പരിഭവമുണ്ടെങ്കിലും വിശ്വാസത്തിൻ്റെ ഒരു പ്രതീക്ഷയും സന്തോഷവും മാധവിയുടെ മുഖത്തുണ്ട്. അവിടുന്ന് കട്ടാകുന്നു. എക്സ്റ്റീരിയർ കാട് തുടർച്ച. ചെറുപ്പത്തിലത്തെ ആ സീനിലേക്ക് കട്ട് ബാക്ക് ചെയ്ത് പോവാണ്. ചെറുപ്പത്തിൽ ഓടി വീണ അയ്യപ്പൻ്റെ അടുത്തേക്ക് കരടി വരുന്ന സീൻ വീണ്ടും കാണിക്കുന്നു. അയ്യപ്പൻ്റെ ബോധം മറയുമ്പോൾ അത് കരടിയല്ല, മറിച്ച് കുറച്ച് പ്രായം ചെന്ന ഒരാളാണെന്ന് കാണിക്കുന്നു. അതായത് ഒരു വൃദ്ധനാണെന്ന് കാണിക്കുന്നു. അവിടുന്ന് കട്ടാകുന്നു. ഇൻറ്റീരിയർ ഒരു കുടില് ചെറുപ്പം. അയ്യപ്പൻ കണ്ണു തുറന്നു. കാലിൽ ആ കമ്പ് തറച്ച ഭാഗത്ത് മരുന്ന് വെച്ച് കെട്ടിയിട്ടുണ്ട്. അടുത്ത് ഒരു വൃദ്ധൻ നിൽക്കുന്നു. ഇയാളെ അയ്യപ്പനെ രക്ഷിച്ച ആ വൃദ്ധൻ. അപ്പോൾ വൃദ്ധൻ, വേദനിക്കുന്നുണ്ടോ? അപ്പോൾ അയ്യപ്പൻ, ഇല്ല. അപ്പോൾ വൃദ്ധൻ, മിടുക്കൻ, എന്താ പേര്? അയ്യപ്പൻ ഒന്ന് ആലോചിച്ച ശേഷം, അയ്യപ്പൻ. അപ്പോൾ അവിടുന്ന് കട്ടാവുന്നു. എക്സ്റ്റീരിയർ ഒരു കാട് ചെറുപ്പം. മരത്തിന് മുകളിൽ ആ വൃദ്ധൻ ഒരു കുരങ്ങിനെ പോലെ നിസ്സാരമായിട്ട് കയറിപ്പോയിരിക്കുകയാണ്. എന്നിട്ട് വൃദ്ധൻ താഴേക്ക് നോക്കിക്കൊണ്ട്, കയറി വാ. അത് കേട്ട് അവൻ പിടിച്ചു കയറാൻ തുടങ്ങിയെങ്കിലും കുറച്ച് മുകളിലേക്ക് എന്നതും താഴേക്ക് വീഴുന്നു. അത് കണ്ട് വൃദ്ധൻ ചിരിക്കുന്നു. അവിടുന്ന് കട്ടാകുന്നു. ഇൻറ്റീരിയർ കുടിൽ ചെറുപ്പം രാത്രി. വൃദ്ധൻ അവൻ്റെ ദേഹത്ത് എന്തോ പൊടി ഇങ്ങനെ തൂക്കുകയാണ്. എന്നിട്ട് വൃദ്ധൻ, കണ്ണ് കെട്ടാൻ ഇരുട്ടിൻ്റെ മറവ് വേണമെന്നില്ല, പകലിൻ്റെ വെളിച്ചത്തിലും രൂപം മാറാം. അപ്പോൾ അവൻ്റെ നിഴല് ഒരു ചെറിയ കാളയുടേതുപോലെ ആകുന്നതുപോലെ കാണിക്കുന്നു. എക്സ്റ്റീരിയർ കാട് ചെറുപ്പം. അയ്യപ്പൻ നിസ്സാരമായി മരത്തിലൂടെ പിടിച്ചു കയറുന്നത് കാണിക്കുന്നു. താഴെ നിന്ന് വൃദ്ധൻ കൈകൾ കൂട്ടിയടിച്ചു. കൈകൊട്ടി അവനെ പ്രോത്സാഹിപ്പിക്കുന്നു. വൃദ്ധൻ്റെ ശബ്ദം കണ്ടിന്യൂഷനാണ്. രൂപം മാറിയാൽ പിന്നെ കാണുന്നവർക്ക് നീ എന്ന മനുഷ്യനില്ല. അപ്പോൾ അവിടെ നിന്ന് കട്ടാകുന്നു. എക്സ്റ്റീരിയർ വടക്കൻ മലയിലെ ഗ്രാമം പ്രസൻറ്റ്. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് തിരിച്ചു വരികയാണ്. പാവപ്പെട്ടവർ കഴിയുന്നൊരു ഗ്രാമം. അതായത് ഈ വടക്കൻ ഗ്രാമത്തിലേക്കാണ് പാട്ടം പിരിക്കാനായിട്ട് തുടക്കത്തിൽ ആദ്യം കുമാരൻ പോകണമെന്ന് പറഞ്ഞത്. ഇവിടേക്കാണ് അദ്ദേഹം കുതിരപ്പുറത്ത് പടയാളികളുമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. പാവപ്പെട്ടവർ കഴിയുന്നൊരു ഗ്രാമം. എല്ലാം ദരിദ്രരാണ്. അവിടേക്ക് ബ്രിട്ടീഷ് പട്ടാളം എത്തുന്നു. തർജ്ജമ ചെയ്യുന്നയാളും അവരുടെ കൂടെയുണ്ട്.
ആളുകൾ ഭയന്ന് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ബ്രിട്ടീഷ് പട്ടാളക്കാരൻ ഇംഗ്ലീഷിൽ എന്തോ പറയുന്നു. അത് പറഞ്ഞു കഴിഞ്ഞതും തർജ്ജമ ചെയ്യുന്നയാൾ, പാട്ടം മുടങ്ങിയവരുടെ കുടിലിന് തീ വെച്ച് ചാട്ടവാറടിച്ച് മലയിറക്കാനാണ് പട്ടാളം തീരുമാനിച്ചിരിക്കുന്നത്. അത് കേട്ട് എല്ലാവരും ഞെട്ടുന്നു, എല്ലാവരും കരയുന്നു. ഒരു കുടിലിൻ്റെ ഉള്ളിൽ തീർത്തും അവശനായി മരിക്കാറായ ഒരു വൃദ്ധൻ കിടക്കുന്നു. ഇയാളാണ് അദ്ദേഹത്തെ അയ്യപ്പനെ രക്ഷിച്ച ആ വൃദ്ധൻ. അടുത്ത് ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്. ആ കുട്ടി, അവൻ വരുമെന്ന് അപ്പൂപ്പൻ പറഞ്ഞിട്ട് ആരും വന്നില്ലല്ലോ, ഇനി അവൻ വരില്ലേ? അപ്പോൾ വൃദ്ധൻ്റെ ആ അപ്പൂപ്പൻ്റെ മുഖത്തേക്ക് സൂമാവുന്നു. പെട്ടെന്ന് പുറത്ത് ദൂരെ വനത്തിൽ നിന്നും ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ജീവിയുടെ ഗർജനം പോലെ ഒരു ശബ്ദം മുഴങ്ങി കേൾക്കുന്നു. പട്ടാളക്കാരും ജനങ്ങളും അവിടേക്ക് തിരിഞ്ഞു നോക്കുന്നു. അത് ഇതുവരെ കേട്ടിട്ടില്ലാത്ത പോലെ ഇതെന്താണെന്നുള്ള മട്ടിൽ അങ്ങോട്ട് നോക്കുന്നു. എന്നിട്ട് ആ മെയിൻ പട്ടാളക്കാരൻ സായിപ്പ്, വാട്ട് ദ ഫക്ക് ഈസ് ദാറ്റ്? അപ്പോൾ ആ കുട്ടി ആ അപ്പൂപ്പനോട് പറയാണ്, ശബ്ദം കേട്ടിട്ട് അപ്പൂപ്പൻ പറഞ്ഞു തരാറുള്ള കഥയിലെ തീ തുപ്പുന്ന ഭീകരജീവിയെ പോലെ ഉണ്ട്. അത് കേട്ട് വൃദ്ധൻ്റെ മുഖത്ത് നേരിയ പുഞ്ചിരി വരുന്നു. ഏതോ ഭീകരനായ ഒന്നിനെ കണ്ടതുപോലെ പട്ടാളക്കാരും ജനങ്ങളും ഭയക്കുന്നു. കുതിരകൾ വെപ്രാളം കൊള്ളുന്നു. അതെന്താണെന്ന് കാണിക്കുന്നില്ല, പക്ഷേ ഇവരുടെ ഈ റിയാക്ഷൻ കാണിക്കുകയാണ്. അപ്പോൾ ആ വൃദ്ധൻ്റെ ശബ്ദം വീണ്ടും ഓവർലാപ്പ് ചെയ്തു വരുന്നു. കണ്ണും മനസ്സും നീ മയക്കും, മാറുന്ന രൂപങ്ങൾക്ക് പരിധിയില്ല, കാലനും നീ തന്നെ, ദൈവവും നീ തന്നെ. പെട്ടെന്ന് ആ ഭീകരജീവിയുടെ അലർച്ച അടുത്തേക്ക് കേൾക്കുന്നു. അപ്പോൾ വൃദ്ധൻ്റെ ശബ്ദം, ഒടിയൻ. പെട്ടെന്ന് നിശബ്ദമാകുന്നു, ആകെ ഇരുട്ടാകുന്നു, അവസാനിക്കുന്നു. അപ്പോൾ ഇതാണ് തിരക്കഥ. ഇത് വലിയൊരു തിരക്കഥയുടെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒന്നാം ചാപ്റ്റർ എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രൊലോഗ് പോലെ എഴുതിയിരിക്കുന്ന ഒരു തിരക്കഥയാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പുതിയൊരു തിരക്കഥയുമായിട്ട് വീണ്ടും വരാം.